അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ വാഹിദുൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അൻ അബീ മൂസ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഇൻ ബഖീതു ലതസൂമന്ന താസിഅ ഫസാമഹു വഅമറ ബിസിയാമിഹി. റവാഹുൽ ബുഖാരി. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, തഖ്വയോടെ ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്. മുഹറം മാസത്തിലെ ഏറ്റവും പവിത്രമായ ദിനങ്ങളിലൂടെയാണ് നാം ജീവിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഇൻ ബഖീതു, അടുത്ത വർഷം ഞാൻ ഹയാത്തിൽ ഉണ്ടെങ്കിൽ ലതസൂമന്ന താസിഅ, മുഹറം 9 നോമ്പ് അനുഷ്ഠിക്കും. ആ വാക്കാണ് ലോക ജനത ഹിജ്റ വർഷം 1448 ആയിട്ടും ഒരൊറ്റ പ്രവാചകന്റെ വാക്കാണ് മുഹറം 9 നോമ്പനുഷ്ഠിക്കുന്നത്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഖുർആനിന്റെ ഒരു കൽപ്പന. റമദാനിലെ നോമ്പുമായി ബന്ധപ്പെട്ട ഒറ്റ ആയത്തേ ഉള്ളൂ. ഒരുപാട് ആയത്തൊന്നുമില്ല, ഒരേ ഒരു ആയത്തേ ഉള്ളൂ. ആ ഒരൊറ്റ ആയത്താണ് മുസ്ലിം ഉമ്മത്ത് നെഞ്ചോട് ചേർക്കുന്നത്. എല്ലാ വർഷവും പുതിയ ആയത്തിറങ്ങണ്ട, ആ ഒരൊറ്റ വചനം മതി. അതാണ് മുസ്ലിം ഉമ്മത്തിന്റെ പ്രത്യേകത. മറ്റു സമുദായങ്ങൾക്ക് നമ്മളോടുള്ള അസൂയമ തന്നെയാണ്. പുതിയൊരു കൽപ്പന വരണ്ട, പുതിയൊരു നിയമങ്ങൾ വരണ്ട, പുതിയൊരു ഫത്വ ഇറക്കണ്ട. ആ ഖുർആൻ ഒറ്റ കൽപ്പന മതി. ലോകാവസാനം വരെ ആ ആയത്തിനെ നെഞ്ചോട് ചേർക്കും. അതാണ് ഈ നോമ്പ്. ഫസാമഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10 ആശൂറ എന്ന നോമ്പ് പിടിച്ചു. വഅമറ ബിസിയാമിഹി, നോമ്പ് കൊണ്ട് കൽപ്പിച്ചു. ആ റസൂലുള്ളാഹിന്റെ വാക്കിനെയാണ് പിൻപറ്റുക. ഇവിടെ ശ്രദ്ധേയമായ വിഷയങ്ങളോടൊന്ന്, മുഹറം 10 നോമ്പ് മൂസാ നബി അലൈഹിസ്സലാം പിടിച്ചിരുന്നു. സ്വഹീഹായ ഹദീസാണ്. 2, മൂസാ അലൈഹിസ്സലാം റസൂലാണ്. ലക്ഷത്തിൽ പരം പ്രവാചകന്മാര് റസൂലുകൾ എണ്ണപ്പെട്ടവരേ ഉള്ളൂ. ആദം നബി അലൈഹിസ്സലാം നബിയാണ്, റസൂലല്ല. ഇദ്രീസ് നബി അലൈഹിസ്സലാം നബിയാണ്, റസൂലല്ല. യാക്കൂബ് നബി അലൈഹിസ്സലാം നബിയാണ്, റസൂലല്ല. വ്യത്യാസമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമെ അവർ വിശ്വസിച്ചത് എങ്ങനെയാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂഹ് റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസ റസൂലുള്ളാഹ്. നാലാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ തന്നെയാണ് കലിമത്ത്. അങ്ങനെ വിശ്വസിക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തേത് മൂസാ നബി അലൈഹിസ്സലാമയുടെ ശരീഅത്തും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ശരീഅത്തും ഒന്നാകുന്ന നോമ്പാണ്. 2, മൂസാ നബി അലൈഹിസ്സലാം ഈ നോമ്പ് പിടിച്ചിരുന്നു. മൂന്നാമത്തേത് ഏറ്റവും നല്ല നന്ദി പ്രകടനമാണ്. നൈൽ നദിയിലൂടെ മൂസാ നബി അലൈഹിസ്സലാമെ കടത്തിവിടുന്നു. ഫിർഔനെ മുക്കിക്കൊല്ലുന്നു. ഖുർആനിൽ കാണാം, ഫിർഔനിനെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി അവന്റെ വായിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥ വന്നപ്പോ പഠിക്കേണ്ടതാണ്. ഫിർഔൻ അതുവരെ പടച്ചവനെ വെല്ലുവിളിച്ച ആളാ. വലിയ ചരിത്രമാണ് ഇന്നത്തെ ഭരണാധികാരികൾക്ക്. വായിലേക്ക് വെള്ളം കയറാൻ പോയപ്പോ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ളാഹ്. വിശ്വസിച്ചു. അള്ളാഹ് പറഞ്ഞു വേണ്ടടാ,
നീ പറയണ്ട, ഇതുവരെ അവസരം തന്നില്ലേ, അതാണ് നന്നാവണം. അവസരം കിട്ടുമ്പോ നന്നാവണം. എല്ലാം കഴിഞ്ഞ് വയസ്സായി കസേരം ഇരിക്കുന്ന സമയത്തല്ല ഹജ്ജിന് പോണത്. മണ്ടത്തരമാണത്. ആരോഗ്യമുള്ള പടച്ചിട്ട് പണിയെടുക്കണം, വിശ്വാസിയാകണം. അല്ല പറഞ്ഞു വേണ്ട. അപ്പൊ രക്ഷപ്പെടുത്തിയത് നന്ദിയാണ്. പിന്നെ നാലാമത്തത് തഖ്വയാണ്. അഞ്ചാമത്തേത് ഖുർആനിന്റെ കൽപ്പന, പ്രവാചകന്റെ കൽപ്പന ഏത് കാലഘട്ടത്തിൽ വന്നാലും സ്വീകരിക്കുക എന്നതാ. മുഹറത്തിന് വേണ്ടി പ്രത്യേക ഹദീസ് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങണ്ട. ഖിയാമത്ത് നാൾ വരെ മുസ്ലിം ഉമ്മത്ത് സ്വീകരിക്കും. മുഹറത്തിന് വേണ്ടി പ്രത്യേക ആയത്ത് ഇറങ്ങണ്ട, ആയത്തിവിടെ ഉണ്ട്. ആ ആയത്ത് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. അതാ മുസ്ലിങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഏറ്റവും സുന്ദരമായ നോമ്പിലൂടെയാണ് കടന്നു പോകുന്നത്. റഹ്മാനായ റബ്ബ് പ്രവാചകന്റെ ചര്യയും ഉമ്മത്ത് മുഹമ്മദിന്റെ ശരീഅത്തും ഖുർആനിന്റെ കൽപ്പനയും മൂസാ നബി അലൈഹിസ്സലാമയുടെ ചര്യയും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മായ റബ്ബേ, മരണപ്പെട്ടു പോയ വിശ്വാസികളായ മുഴുവൻ ആളുകൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ റബ്ബെ, ഞങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ പലതാണ്, ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ റബ്ബെ, പ്രവാസികളായ സഹോദരങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. നിന്റെ ദീനിനെ സഹായിക്കുന്നവർ ധാരാളമുണ്ട്, തൗഹീദിനെ സഹായിക്കുന്നവർ ധാരാളമുണ്ട്, ഇസ്ലാഹിനെ സഹായിക്കുന്നവർ ധാരാളമുണ്ട്. ഈ പള്ളിയെ സഹായിച്ചവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്, സഹായിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരെ നീയും സഹായിക്കണേ റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب اغفر ولوالدي رب ارحمهما كما ربونا صغارا. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.